അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും. ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ട് വല്ല ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുതിക്കുട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പറയണമെന്നും അറിയത്തില്ല കേട്ടോ, കുറെ ഇങ്ങനെ ഉണ്ട്. എനിക്ക് എന്തോ ഇങ്ങനെ പറഞ്ഞു തരണം, എന്റെ മനസ്സിലുണ്ട് എന്റെ എല്ലാ കാര്യം. അതെങ്ങനെ പുറത്തോട്ട് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. യു ക്യാൻ കിച്ചു കമോൺ. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. അവിടെ അടി, ഭയങ്കരമായിട്ടുള്ള അടി, ഭയങ്കര സീൻ. അപ്പൊ എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് ഇതുണ്ട്, മനസ്സിലാവുന്ന ഒരു സമയമാണ് ടൈമൊക്കെ. ഭയങ്കരമായിട്ട് അടി. പിന്നെ അവർക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടിക്കകത്ത് അവർക്ക് കല്യാണം കഴിക്കുന്നതിന്, അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവരുടെ സെക്കൻഡ് മാരേജ് വരുന്നത്. അവർക്കതില് ഫസ്റ്റ് 2 പിള്ളേരും ഉണ്ട് അവർക്ക്. അതൊക്കെ ഞാൻ അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാട്ടാ. എന്റെ അടുത്ത് അത് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്കൂട്ടർ എടുത്ത് ഞങ്ങള്. സ്കൂട്ടർ എടുത്തപ്പം അതിനകത്തൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, എനിക്ക് അറിയാവുന്നത് ആ സംഭവം. 2 പിള്ളേര് തന്നെ ഒരുമാതിരി ഇങ്ങനെയാണ് കണ്ടുകൊണ്ടത്. അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വൈകിട്ടും എല്ലാം കാണാം. എന്നോട് എന്തോ ഒരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടെന്തോ രാത്രി അച്ഛൻ വീട്ടിൽ നിന്ന്, പിന്നെ അച്ഛന് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് അങ്ങനെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കുന്ന. പിന്നെ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മകളുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു. ഓർമ്മയുണ്ട്, സംഭവം എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്കത് എങ്ങനെ ഒരു പുറത്തോട്ട് പറയണം, അതെനിക്ക് അറിയത്തില്ല എങ്ങനെ സംഭവം. അതാണ് ഒരു പ്രശ്നം. ഇത്തരത്തൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയും. പക്ഷെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനും ഇങ്ങനെ കാര്യങ്ങൾ പറയാനും, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഭയങ്കര സൈലന്റാ. പാട്ടൊക്കെ കേട്ട്, വേടന്റെ പാട്ടില് ഓരോ വരികളും എന്റെ എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിളാണ് എന്റെ ലൈഫായിട്ട്. അടുത്ത സ്റ്റോറി. 5ാം ക്ലാസ്സിൽ വെക്കേഷൻ ആ ടൈമില് ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുക, ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇങ്ങനെ എറണാകുളത്ത് നിൽക്കുന്നു. കുറെ നാള് എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ, രേണുസുതി. രേണുസുതി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ആദ്യം ഞാൻ കാണാൻ വന്നു. ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി, ഇങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എന്റെ അടുത്ത് വെച്ച് ഇങ്ങനെ, ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ? ഞാൻ ഇങ്ങനെ വെച്ചാൽ അച്ഛന് ഇഷ്ടമാണോ, നമുക്ക് ആ രീതിയിൽ പറഞ്ഞ്. അപ്പൊ അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച്, വല്യമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇത് കിടന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ആയി. ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നതും കേട്ടോ ഇപ്പോഴത്തെ. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്ത് ചെല്ലുന്നു. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്ത് നിൽക്കുമ്പോ എന്നെ ഇങ്ങനെ അച്ചാമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും വിടത്തില്ല. അപ്പൊ അങ്ങനെ കൂട്ടുകാര് അങ്ങനത്തെ രീതി കളിക്കാനൊന്നും പോകത്തില്ല. എന്താ ചേച്ചി, പാറു, ഞാൻ അങ്ങനെയുള്ളൊരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് കളിക്കണം. പക്ഷെ വഴക്ക് കിട്ടും. എങ്കിലും അറിയാതെ ഒളിച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ അവിടുത്തെ രീതിയിൽ ഭയങ്കര ഒരു ഫ്രീഡം.
ഞാന് അച്ഛനെ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക് ബാക്കി പറയാം. ഞാൻ ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്ത് ഒരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എന്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവാൻ തന്നൊരു കാരണം അതുമല്ല, അതും വേറെയാ. ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടെന്നാണ് എന്റെ ഒരു തുടക്കം. ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കാശില്ല. അച്ഛൻ മാത്രം എന്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയിരുത്തി കീബോർഡിലൊക്കെ ഋതപ്പം കളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി എനിക്ക് അപ്പം മുതൽ. പിന്നെ കൊറോണ വന്നിട്ട് ഋതപ്പനുണ്ട് കേട്ടോ ആ ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച്. ആ സമയം ലോക്ക്ഡൌൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചെലവൊക്കെ ഇതാക്കാൻ വേണ്ടിട്ട് കുറെ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നെന്ന് വെച്ചാ അതെല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ നോക്കി. ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇത്രയും പേരുടെ ചെലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന. മനസ്സിലായ? അത് ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ അച്ഛന് എന്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാവോ, ഒരു സംഭവമാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. ഞാൻ ഇപ്പം ഇങ്ങനൊന്നും ഓരോ കാര്യം പറയാത്തതും. ബാക്കി പറയാം. അങ്ങനെയാണെന്ന് ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി, ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയെല്ലാം നിർത്താന്ന്, പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുത്ത്. ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തിട്ട് അപ്പം ഈ 10ന്റെ കൂടെ പഠിച്ച കുറച്ച് കൂട്ടുകാരൊക്കെ, ഒരു കൂട്ടുകാരനുണ്ട്, അവനേട്ടാ കമ്പനി ഒരുത്തനുള്ള ഏട്ടാ. അങ്ങനെ അവിടെ ഇങ്ങനെ പോകും ഞാൻ ഡെയിലി. പിന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി, കൂട്ടുകാരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴും അച്ഛന്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താന്ന് വെച്ചാൽ. വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമായി ഇവരുടെയൊക്കെ. അവിടെ ജോലിക്ക് പോത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി. ഇതൊക്കെ പറയണോ? എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണോന്ന് അറിയത്തില്ല ഇതൊക്കെ. കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല. മനസ്സിൽ എനിക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണോന്ന് അറിയത്തില്ല. അതൊക്കെ കൊണ്ട് എന്റെ ഒപ്പം എപ്പോഴും ഒരുത്തരിങ്ങനെ കൂടി ഇരുത്തുന്ന അവനാകുമ്പം അവന് നല്ലപോലെ അറിയാം ഞാൻ എന്തായിരിക്കും അടുത്ത പറയാൻ വരുന്ന, എന്താ എന്റെ മനസ്സില്. അതാ എന്റെ കൂട്ടുകാർക്ക് അങ്ങനെ, എന്റെ കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം അങ്ങനെ. ഞാൻ എന്താണ് അടുത്ത പറയാൻ പോകുന്നത്, എന്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട്, എല്ലാം അമ്മമാർക്ക് അറിയാം. അതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ അമ്മമാരെ ഒരു വീഡിയോ ചെയ്യാനാണേലും എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണേലും അമ്മമാരെ ഇരുത്തുന്നത്. എന്നെ കാട്ടി നല്ലല്ലോ അമ്മമാര് സംസാരിക്കും. അതാണൊരു പ്രശ്നം. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ഇവിടെ അങ്ങനെ പോകുന്നു, അങ്ങനെ ഒരു ലൈഫ്. അങ്ങനെ കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല വീട്ടുകാർ. ഇങ്ങനെ പുറത്തു പോകുന്നു, കൂട്ടുകാര് അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ അവര് റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു. ആരും ഇല്ല, ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അയാൾക്ക് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി.
പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ല, ഇങ്ങനെ പൊക്കോണ്ട് വെക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഒരു ദിവസം ഞാനും അച്ഛനും ഷൂട്ടിനാണേലും ഞാനും അച്ഛനും സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഞാനും അച്ഛനും ഷൂട്ടിന് പോകും. ഷൂട്ടിന് പോകുമ്പോ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനും അച്ഛനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഓരോ കാര്യങ്ങള്. ആ കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല ഇങ്ങനെ സംസാരിക്കും. അപ്പോഴും ഒരു കാര്യം പറയാൻ വിട്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, വിളിച്ച് ഞാൻ കൊല്ലത്ത് വന്ന് നിക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. അപ്പം അന്നോട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് സമ്മതിച്ചില്ല. അവിടെ തന്നെ നിന്ന് അങ്ങനെ ഇങ്ങനെ പോകുന്നു. അപ്പം ഒരു ദിവസം അച്ഛൻ, ഞാൻ ഷൂട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു, എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്റെ വിഷമങ്ങളാണേലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന് ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാത്രി വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട് ഈ ഉറങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ട്. അപ്പൊ ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ വെച്ചാൽ കിടന്നുറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം ഞാൻ കിടന്നുറങ്ങി. എന്നെ അമ്മ ഒന്നിങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട്, നീ അച്ഛൻ എന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. ഞാനിപ്പം എണീക്കുന്നു, നേരെ അച്ഛന്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോഴേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനൂപേട്ട അച്ഛന്. അനൂപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ലടാ, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത്. ആ ഫോൺ എടുത്ത് എറിഞ്ഞ്, എന്തോ അനൂപേട്ട പറയുന്ന, അങ്ങനെ അനൂപേട്ട ചോദിച്ച എന്തോ അനൂപേട്ട പറയുന്ന. അപ്പൊ ഒരു കാലിന്റെ എന്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തുപോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാ നടക്കുന്ന ആ ടൈമിൽ ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എന്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെ വന്നിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നു. പൊക്കോണ്ടിരിക്കുക. അതിനിടയ്ക്കുള്ള ഒരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കോണ്ടിരിക്കുമ്പം ഇവര് നേരെ എനിക്കപ്പോഴും എന്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതും ആണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലേ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നിടത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എന്റെ മനസ്സില് വരുന്നെന്ന് വെച്ചാൽ ഇനി ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും, ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നു. എന്റെ തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്, ഒന്നും മിണ്ടാതെ. എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഞാൻ ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു. ആശുപത്രി എത്തുന്നവരെ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക്
ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന് ആദ്യാച്ഛനെ അവിടെ പോയി കണ്ട് ഇങ്ങനെ അകത്ത് ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റൂം ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു. അപ്പം ഇതായി മനസ്സിലായി. എന്നിട്ട് എന്തോ ചെയ്യണോന്ന് ഇങ്ങനെ അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാരുണ്ട്, എന്തിനും വിളിക്കും. അങ്ങനെ നിക്കാൻ നേരത്തെ അനുപേട്ടൻ വന്നിട്ടുണ്ടാ, അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിന്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താന്ന് വെച്ചാൽ അവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ കൊല്ലത്ത് ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരാ എന്റെ കൂടെ ഇരിക്കുന്ന മൊത്തം, കുറെ പള്ളിക്കാരും അളിയനും പോവാ. ഇവരാണ് എന്റെ ഫോണൊക്കെ വാങ്ങി വെക്കുന്നു. പറഞ്ഞാൽ മതി, പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്ക് അനുപ എന്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു, എനിക്ക് കൊല്ലത്ത് കൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്ത് കൊണ്ടൊക്കെ കാണിച്ച് തിരിച്ചു വന്ന്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യാം, എന്തോ അങ്ങോട്ട് ഒന്നും ഇതില്ലായിരുന്നു. ഇതൊക്കെ അനുപേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇതാക്കി. പിന്നെ ഒരു അങ്ങനെ ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ, അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എന്റെ ആയിക്കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം. അച്ഛന്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എന്റെ കൊണ്ട് തന്നു. ഞാൻ അപ്പൊ അനൂപന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന. അനൂപേട്ടൻ പറഞ്ഞ ഒരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായില് വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്, ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങള് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി. 89,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തം. ഞാൻ ഡയറക്റ്റ് തന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് തന്നു. അങ്ങനെ മൊത്തം ഒരു 89,000 എങ്ങാണ്ട് ബില്ലായി. അത് ഞാൻ ഇട്ട് കൊടുത്ത് ഫ്ലവേഴ്സാർ. അത് അനൂപേട്ടൻ എല്ലാരും കൂടെ ചെയ്ത് അതെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമില് അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്തോ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യാൻ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. എനിക്ക് അതൊക്കെയായിരുന്നു എന്റെ ഒരു ടൈമില്. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ മുഖമൊക്കെ ആയിരുന്നു.